സിറ്റിംഗ് ഇസ് ദ ന്യൂ സ്മോക്കിംഗ്. ഈ ഒരു ക്യാപ്ഷൻ നമ്മൾ പലർക്കും ഫെമിലിയർ ആയിരിക്കും. അതായത് സ്മോക്കിംഗ് നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം ഹാനികരമാണ്, അതുപോലെ തന്നെയാണ് ലോങ് സിറ്റിങ്ങിലുള്ളവരും. ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്പൈൻ്റെ പോസ്ചർ കറക്റ്റ് ആവണമെന്നില്ല. എപ്പോഴും നമ്മളൊരു ഇറക്റ്റ് പോസ്ചറിൽ ഇരിക്കണമെന്നില്ല. അവരുടെ പോസ്ചർ കുറച്ച് സ്ലൗച്ചിലേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പൈനിന് ചുറ്റുമുള്ള മസിൽസ് സ്ട്രെയിൻ ആവുകയും ലിഗമെൻറ്റ്സ് സ്ട്രെയിൻ ആവുകയും നമ്മുടെ സ്പൈനിലോട്ടുള്ള പ്രഷർ കൂടുകയും ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്ക് ബൾജ് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് സ്പൈനൽ നെർവ് റൂട്ട് കംപ്രഷൻ. അതായത് സ്പൈനിലൂടെ നമ്മുടെ കൈകളിലേക്കും കാലിലോട്ടും ഒരുപാട് നെർവ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ നെർവ്സിനൊക്കെ കംപ്രഷൻ വരാനും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് ഇല്ലാതാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കുവാൻ വേണ്ടി കുറച്ചൊരു എർഗണോമിക്സ് കറക്ഷൻസും അതേപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും അത്യാവശ്യമാണ്. അതായത് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും നമ്മൾ ജസ്റ്റ് മൂവ്മെൻറ്റ്സ് ചെയ്യുക. അതായത് ഒരേ ഇരിപ്പിൽ ഇരിക്കാതെ ജസ്റ്റ് ഒന്ന് നടക്കുക. അതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്ട്രെച്ച് ചെയ്യുക. അതുപോലെ തന്നെ വാട്ടർ ഇൻടേക്ക് ഒരു 3 to 4 ലിറ്റേഴ്സ് വാട്ടറെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക.